നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 692nd day. Today 11th sloka of Prathama Skanda 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 692 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 6ാം അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. സ്പീതാഞ്ജനപദാംസ്തത്ര പുരഗ്രാമവ്രജാകരാൻ ഗേഡഗർവടവാടീശ്ച വനാനുഭവനാനി ച. സ്പീതാഞ്ജനപദാംസ്തത്ര പുരഗ്രാമവ്രജാകരാൻ ഗേഡഗർവടവാടീശ്ച വനാനുഭവനാനി ച. ഓം തത്സത്. സ്പീതാൻ സമുദ്രങ്ങളായ, ജനപദാം സ്പീതാം ജനപദാം തത്ര, ഇങ്ങനെയാണ് ആ പദം പിരിക്കേണ്ടത്. പുരഗ്രാമ പ്രജാകരാൻ ഗേഡ ഗർവട വാടീശ്ച വനാൻ ഉപവനാൻ ച ആനിച്ച, ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഉപവനാനി ച, അതായത് സ്പീതാൻ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളായ, ജനപദാൻ ദേശങ്ങളെയും, പുരഗ്രാമ വ്രജാകരാൻ സമുദ്രങ്ങളായ ദേശങ്ങളെയും, ജനപദ എന്ന് പറഞ്ഞ ദേശങ്ങൾ, സമൃദ്ധങ്ങളായ ദേശങ്ങളെയും, തത്ര അവിടെ, പുരഗ്രാമ വ്രജാകരാൻ രാജധാനികൾ, ഗ്രാമം പുരം രാജധാനി, ബ്രാഹ്മണഗൃഹങ്ങൾ, ഗോകുലങ്ങൾ, രത്നാദികളെടുക്കുന്ന ഖനികൾ, ഇവയൊക്കെയും ഗേഡഗർവടവാടിച്ച, ഗേഡഗർവട എന്ന് പറഞ്ഞാൽ കർഷകന്മാരുടെ ഗ്രാമങ്ങൾ, പർവ്വത തടങ്ങളിലുള്ള ഗ്രാമങ്ങൾ, കവുങ്ങ് മുതലായ ചെടികളും മറ്റും ഉള്ള ഗ്രാമങ്ങൾ, അതായത് പൂച്ചെടികളും തോട്ടങ്ങളും ഇവയും വനങ്ങളും കാടുകളെയും, ഉപവനാനിച്ച, ഉപവനാനി എന്ന് പറഞ്ഞാൽ ഉദ്യാനങ്ങളെ, ചയും എന്നുള്ള അർത്ഥത്തിൽ ചേർത്ത് പറയാൻ വേണ്ടി അടുത്ത 4 ശ്ലോകങ്ങളിലായിട്ട് നാരദർ ആ വടക്കോട്ട് പോകുമ്പോൾ താൻ കണ്ട കാഴ്ചയെ വർണ്ണിക്കുകയാണ്. വടക്ക് ദിശയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്നും അമ്മ മരിച്ചപ്പോൾ താൻ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതി വടക്ക് ദിശയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ആ വടക്കു ദിശയിൽ താൻ പോകുമ്പോൾ കണ്ട കാഴ്ചകൾ വ്യാസമഹർഷിക്ക് വർണ്ണിച്ചു. ആ ദേശങ്ങളെയും കാഴ്ചകളെയും ഒക്കെ നാരദമുനിക്ക് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അവിടെ സമൃദ്ധങ്ങളായ ഗ്രാമങ്ങളെയും ദേശങ്ങളെയും, രാജധാനികൾ, ബ്രാഹ്മണഗൃഹങ്ങൾ, മറ്റുള്ള ഗോകുലങ്ങൾ, രത്നങ്ങൾ എടുക്കുന്ന ഖനികൾ, കാടുകൾ, കർഷകന്മാരുടെ ഗ്രാമങ്ങൾ, പർവ്വതതടങ്ങൾ, ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ, ഇങ്ങനെ പലതും അതിൻ്റെ കൂടെ ഇനി അടുത്ത 2-3 ശ്ലോകങ്ങളിലായിട്ട് താൻ കണ്ടതൊക്കെ വർണ്ണിക്കുകയാണ്. 4 ശ്ലോകങ്ങളും ഒന്നിച്ചിട്ടാണ് അർത്ഥം വരുന്നത്. അതായത് നാരദർ അവിടെ കണ്ട കാഴ്ചകൾ വർണ്ണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ സമൃദ്ധങ്ങളായ ദേശങ്ങളെയും, രാജധാനികൾ, ബ്രാഹ്മണഗൃഹങ്ങൾ മുറ്റുള്ളവയെയും, പർവ്വതതടങ്ങളെയും, വനങ്ങളെയും, ഉപവനങ്ങൾ അതായത് ഉദ്യാനങ്ങളെയും ഒക്കെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കി വരികയാണ്.
ഇങ്ങനെ തുടർച്ചയായിട്ട് 4 ശ്ലോകങ്ങളിലായിട്ട് താൻ കണ്ട കാഴ്ചകൾ ഓർത്തെടുത്ത്, കഴിഞ്ഞ ജന്മത്തിൽ താൻ വടക്ക് ദിശയിലേക്ക് പോയ കാഴ്ചകൾ, പോകുമ്പോൾ കണ്ട കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുകയാണ് നാരദർ വ്യാസമഹാമുനി. ശ്ലോകം ഒരിക്കൽ കൂടി. സ്മീതാഞ്ജന ജനാപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ ഗേഡഗർവടവാടീശ വനാനുപവനാനി ച. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.